കണ്ണൂർ ചൊക്ലിയിൽ വയോധികൻ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. ഒളവിലം സ്വദേശി കുനിയിൽ ചന്ദ്രശേഖരനാണ് മരിച്ചത്. കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി സജോ ദേവസ്യ ചേരുകയാണ്. സജോ, സംസ്ഥാന വ്യാപകമായി മഴക്കെടുതിയുടെ വാർത്തകൾ വരുന്നുണ്ട്, പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ദാരുണമായ വാർത്ത കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ. കൂടുതൽ ജാഗ്രത ഈ സമയത്ത് വേണമെന്നുകൂടിയല്ലേ ഇത് കാണിക്കുന്നത്? കൃഷിന് അത്യന്തം സങ്കടകരമായ വാർത്തയാണ് കണ്ണൂരിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. രണ്ടാമത്തെ മരണമാണ് വെള്ളക്കെട്ടിൽ വീണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ചൊക്ലി ഒളവിലം സ്വദേശിയായ 63-കാരൻ ചന്ദ്രശേഖരനാണ്. ഇന്നലെയാണ് അദ്ദേഹത്തെ കാണാതായത്. അബദ്ധത്തിൽ രാത്രിയിൽ വെള്ളക്കെട്ടിൽ വീണതാകാം എന്നതാണ് നിഗമനം. പുലർച്ചയോടുകൂടിയാണ് തിരച്ചിൽ. പിന്നീട് അദ്ദേഹത്തെ കാണാതായതോടുകൂടി നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചേർന്ന് തിരച്ചിൽ നടത്തി. ഇന്ന് രാവിലെയാണ് മൃതദേഹം വെള്ളക്കെട്ടിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം ജനറൽ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് ഇതിനകം മാറ്റിയിട്ടുണ്ട്. ഇന്നലെ തന്നെ സമാനമായ രീതിയിൽ മട്ടന്നൂർ കോളാരിയിലും 51-കാരിയായ കുഞ്ഞാമിന് അവരും പറമ്പിലേക്ക് വയലിലേക്ക് പോയതായിരുന്നു. അബദ്ധത്തിൽ വെള്ളക്കെട്ടിൽ വീണതാകാം എന്നതാണ് നിഗമനം. പിന്നീട് രാത്രിയോടുകൂടിയാണ് മൃതദേഹം അവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അവരെയും ഇത്തരത്തിൽ അപകടം സംഭവിച്ചതാകാം എന്നാണ് നിഗമനം. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ നഗരമേഖലകളിൽ ഒരല്പം മഴയ്ക്ക് കുറവുണ്ട്, ശമനമുണ്ട്. പക്ഷേ പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടത്തും വെള്ളക്കെട്ടുണ്ട്. കുറച്ചുകൂടി ജാഗ്രതയോടുകൂടിയൊക്കെ കർശനമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാരണം പലയിടങ്ങളിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എളയാവൂരിലാണ്. ഒരു വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും മുങ്ങിക്കിടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പല പുഴകളും തോടുകളും കരകവിഞ്ഞിട്ടുണ്ട്. മലയോരത്ത് അതിശക്തമായ മഴയാണ്. താഴേക്ക് മലവെള്ളപ്പാച്ചിലുണ്ട്. പുഴകളിലൊക്കെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത് മറ്റിടങ്ങളിലേക്ക് വലിയ തോതിൽ വെള്ളക്കെട്ടിന് ഇടയാക്കിയിട്ടുണ്ട്. വീടുകളിലടക്കം വലിയ തോതിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് എന്നാണ്. താഴ്ന്ന പ്രദേശങ്ങളാണ് പ്രധാനമായും. അത് ഈ താഴെച്ചൊവ്വ, എളയാവൂർ ഒപ്പം ഉൾപ്പെടുന്ന മേഖലകളൊപ്പം കക്കാട് പുഴ കരകവിഞ്ഞിട്ടുണ്ട്. വളപട്ടണം പുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ ഞാൻ നിൽക്കുന്ന എളയാവൂർ ഭാഗങ്ങളിലൊക്കെ നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമാണ് മിക്കയിടങ്ങളിലേക്കുമുള്ളത്. ഗതാഗതം പലയിടത്തും തടസ്സപ്പെട്ടിട്ടുണ്ട്. കർശനമായ ജാഗ്രതാ നിർദ്ദേശം ഇതിനകം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കുക, ഒപ്പം സുരക്ഷിതമായ യാത്ര തന്നെ നടത്തുക. കാരണം പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങളിൽ രാത്രിയും മറ്റും സഞ്ചരിക്കുമ്പോൾ വെള്ളക്കെട്ട് പലപ്പോഴും മനസ്സിലാകാതെ വരും. ഒപ്പം കിണറുകളും മറ്റും അങ്ങനെയുള്ള മറ്റു വലിയ ജലസ്രോതസ്സുകളുണ്ടാകും. അത്തരം ഇടങ്ങളിലേക്ക് വീണു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരം അപകടങ്ങളാണ്. കാരണം 2 മരണം മാത്രം നമുക്ക് ഇന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സങ്കടകരമായ സാഹചര്യമുണ്ട്. അങ്ങനെ വെള്ളക്കെട്ട് വലിയ തോതിൽ തുടരുന്നു. മഴ ശക്തമായി തന്നെ തുടരുന്നു. നഗരമേഖലകളിൽ അല്പം ആശ്വാസമുണ്ട് എങ്കിൽ കൂടിയും വെള്ളക്കെട്ടിന് കുറവുണ്ടാകുന്നില്ല. അത് ഈ വെള്ളം കടലെടുക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം മലയോര മേഖലകളിൽ നിന്ന് മഴ പെയ്ത് ഈ വീട്ടിലും വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിച്ച ഈ ഭാഗത്ത് ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോയാൽ നമുക്ക് കാണാം. ഇതൊന്നും തുറന്നു കേട്ടോ. ഈ വീടിൻ്റെ അകത്തേക്ക് ഈ ഭാഗത്തേക്ക് കുറേയധികം വെള്ളം കയറിയിട്ടുണ്ടല്ലേ? ഇത് നല്ല തോതിൽ വെള്ളം കയറിയിട്ടുണ്ടല്ലോ. ഇതെന്താ ഇവിടെ ഇന്ന് വെള്ളം കയറിയതാണ്? എന്താ സ്ഥിതി? ഇത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങി. ഇന്നലെ രാത്രി കുറച്ച് കയറി. വെള്ളം കയറിയിട്ടുണ്ടല്ലേ? ഇനിയും മഴ വരികയാണെങ്കിൽ കൂടുതൽ വെള്ളം കയറും. ഇനി മഴ ശക്തമാകുന്നതിനേക്കാളും ഇവിടുന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? മാറേണ്ട സാഹചര്യം ചില മാറുന്നൊക്കെ മാറും. പക്ഷെ നമ്മൾ മാറുന്നില്ല, നമ്മൾ മാറില്ല. നമ്മളിനി എത്ര വെള്ളം കയറിക്കാലും എൻ്റെ മുകളിലേക്ക് കയറി മുകളിലത്തെ നിലയിലേക്ക് സാധനങ്ങളൊക്കെ മാറ്റി. ഈ മേഖലകളിൽ അങ്ങോട്ടേക്ക് കുറേയധികം വീടുകളിലും അവിടെയുള്ള വില്ല പ്രൊജക്റ്റിലൊക്കെ വെള്ളമുണ്ട്. അവരിൽ കുറേ വീട് തറ പൊന്തിച്ചുകൊണ്ട് അങ്ങനെ വെള്ളം കയറാത്ത സ്ഥലങ്ങളുണ്ട്. തറ ഉയരം കുറഞ്ഞ ഒരു സ്ഥലത്തെല്ലാം വെള്ളം കയറും. ഇവിടെ ഇത് എല്ലാ വർഷവും വെള്ളം കയറുന്നതാണോ? എല്ലാ വർഷം കയറും. ഈ പാത അങ്ങോട്ടേക്ക് പൂർണ്ണമായും വെള്ളം കയറി കിടക്കുന്നു. അങ്ങോട്ട് അതാണ് ക്രിസ്റ്റീന ഇവിടുത്തെ ഒരു സാഹചര്യം. അതായത് ഈ വീട് ഏതാണ്ട് ഈ വീടിന്റെ മുറ്റവും തിണ്ണയും അടക്കമുള്ള വീടിനകത്തേക്ക് വരെ വെള്ളം കയറുന്നത് പോലെയുള്ള ഒരു സാഹചര്യം. കൂടുതൽ ശക്തിപ്പെട്ടാൽ ഞാനിപ്പോൾ ഈ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് മുട്ടൊപ്പം വെള്ളത്തിലാണ്. ഇവിടുത്തെ ഒരു സാഹചര്യം അതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാം. അത്തരം ഒരു അവസ്ഥയാണ് പലയിടങ്ങളിലും ഉള്ളത്. അത് ഇപ്പോൾ ഇത് എളയാവൂരാണ് ഞാൻ നിൽക്കുന്നത്. നേരത്തെ താഴെച്ചൊവ്വയിലെ മറ്റൊരു ഭാഗത്തും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. കക്കാട് പുഴ കരകവിഞ്ഞൊപ്പം മറ്റ് ഇടങ്ങളിലും ഇതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ, അല്പം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ വെള്ളക്കെട്ട് ഉണ്ട് എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതേസമയം കർശനമായൊരു ജാഗ്രതയാണ് ഉണ്ടാവേണ്ടത്. പകർച്ചവ്യാധികളുടെ സാധ്യതയുണ്ട്. വെള്ളക്കെട്ട് പലപ്പോഴും നമുക്ക് പിടിതരാത്ത വെള്ളക്കെട്ടുകൾ ഉണ്ടാകും. അത്തരം കർശനമായ ജാഗ്രത ഉണ്ടാവണം. ജില്ലാ ഭരണകൂടം ആ നിലയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ, വാഹനങ്ങളുമായി പോകുമ്പോൾ, മലയോരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തീരദേശ മേഖലകളിലടക്കം എല്ലായിടത്തും കർശനമായ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. പലയിടങ്ങളിലും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. അതേസമയം തളിപ്പറമ്പ്, ഇരിട്ടി ഉൾപ്പെടുന്ന താലൂക്കിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം മലയോര മേഖലയാണ്. അവിടെ മണ്ണിടിച്ചിലിന് ഉരുൾപൊട്ടലിനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഉരുൾപൊട്ടൽ മുന്നറിയിപ്പൊന്നുമില്ല. പക്ഷേ കനത്ത അതിശക്തമായ മഴയുണ്ടാവും. അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ പ്രവചന കാലാവസ്ഥാ പ്രവചനമായി
ഒരു കാര്യം കൂടി, നമ്മുടെ പല പ്രേക്ഷകരും ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് കണ്ണൂരിൽ കനത്ത മഴയെന്ന് പറയുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ മഴ ഇപ്പോൾ നല്ലപോലെ പെയ്യുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണല്ലോ ഈ വരുന്ന ദിവസങ്ങളിലേക്കുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ഇപ്പോൾ മലയോര മേഖലകളിൽ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ മലയോര മേഖലകളിലാണ് അതിശക്തമായ മഴ തുടരുന്നുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും അല്പസമയം മുൻപ് വരെയും എല്ലായിടത്തും, അതായത് നഗരഗ്രാമ ഭേദമില്ലാതെ മലയോര തീരദേശ നഗര മേഖലകൾ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മേഖലയിൽ, അതായത് നഗരമേഖലയോട് ചേർന്ന കുറച്ച് പ്രദേശം കൂടിയാണ് ഇളയാവൂർ ഉൾപ്പെടുന്നത്. കണ്ണൂർ നഗരത്തിൽ നിന്ന് അധികം അകലെയല്ല. ഈ മേഖലയിൽ കുറച്ച് മഴയ്ക്ക് ശമനം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അതിശക്തമായ മഴ, ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്ന ജില്ലകളിൽ ഒന്ന് കണ്ണൂരാണ്. കാരണം മഴയുടെ അളവടക്കമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമായ ജില്ലകളിൽ ഒന്ന് കണ്ണൂരാണ്. അങ്ങനെ വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ടാണ് കർശനമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസ്യാണ്. കണ്ണൂരിൽ മഴ തുടരുകയാണ്, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ മഴ തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥനയുമുണ്ട്.